Hi all, good morning. നമ്മൾ ലഗ്രാഞ്ചേസ് മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്ത് അതിൽ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ അവസാനം ചില ആൾക്കാർ ഡൗട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഇതായിരുന്നു. dx by y square z is equal to dy by x square z equal to dz by xy square. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് റേഷ്യോ എടുത്തു. ഏതൊക്കെയാണ്? dx by y square z is equal to dy by x square z. ഇത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇതിന് z ക്യാൻസൽ ചെയ്തു. അപ്പോൾ എക്സ് സ്ക്വയർ dx ഈക്വൽ ടു y സ്ക്വയർ dy എന്ന് കിട്ടും. ഓക്കെ, രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ dx ഈക്വൽ ടു ഇന്റഗ്രൽ y സ്ക്വയർ dy എന്ന് കിട്ടും. So this implies x cube by 3 equal to y cube by 3 plus c 1 എന്ന് വിളിക്കും. So this implies x cube by 3 minus y cube by 3 equal to c1. Okay. So 1 by 3 into x cube minus y cube equal to c1 എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ നമ്മൾ ഈ കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ x ക്യൂബ് മൈനസ് y ക്യൂബ് ഈക്വൽ ടു c1 എഴുതിയാൽ മതി. കാരണം ഈ 3c1 ഇങ്ങോട്ട് പോകുമ്പോൾ വേറൊരു കോൺസ്റ്റന്റ് ആവും. അപ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ അതത്ര കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ x ക്യൂബ് മൈനസ് y ക്യൂബ് ഈക്വൽ ടു c1 എഴുതിയത്. ഓക്കെ, അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, സാർ ഈ 3 എവിടെ പോയി എന്നുള്ളത് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ u ഈക്വൽ ടു 1 by 3 x cube minus y cube എന്ന് എഴുതിയാലും u equal to x cube minus y cube എന്ന് എഴുതിയാലും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ ഈ ഒരു ഐഡിയ പറയാമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വീണ്ടും ഡിസ്കസ് ചെയ്തത്. നമുക്കിന്ന് പുതിയൊരു പ്രോബ്ലം ചെയ്യാം. Solve p minus q equal to log of x plus y. p minus q equal to log of x plus y. ഓക്കെ, ഇതാണ് പി ഡി. ഓക്കെ, ഇത് പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോം ആണ്. പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ ഫോം. അപ്പൊ ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. കാരണം പിയുടെ ഒപ്പം 1 ഇൻറ്റു പി എന്ന് നമുക്ക് എടുക്കാം. 1 ഇൻറ്റു പി എന്ന് എടുക്കണോണ്ട് ക്യാപിറ്റൽ പി ഈക്വൽ ടു 1 ആണ്. ഇവിടെ മൈനസ് 1 ഇൻറ്റു ക്യൂ എന്ന് എടുക്കണം. അപ്പൊ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു മൈനസ് 1 വരും. ആർ ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ. ആർ ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ്. So auxiliary equation is dx by 1 equal to dy by minus 1 equal to dz by log of x plus y. Okay, dx by capital P equal to dy by capital Q equal to dz by r. dz by r എന്താ? log of x plus y. ആദ്യത്തെ രണ്ടെണ്ണം കൺസിഡർ ചെയ്യുക. So which implies dx equal to dy minus 1. So this implies minus dx is equal to dy. ഈ minus 1 LHS ലേക്ക് കൊണ്ടുവന്നു. We integrate on both sides of integral minus dx is equal to integral dy. So that implies minus x is equal to y plus c2. So this implies minus x minus y equal to c2. So this implies v equal to minus x minus y. v equal to minus x, v അല്ല u. Okay, u. v അടുത്തതിന് u കൊടുത്താൽ മതി. ഇതിന് c1 എന്ന് വിളിക്കാം. ഇതിന് c1 എന്ന് വിളിക്കാം. Okay,
അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, യു ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എഴുതാം, മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എഴുതാം. ഓക്കെ, മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. സോ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എഴുതാം. അപ്പോ ഈ മൈനസ് കോൺസ്റ്റന്റ് ആവും, മൈനസ് കോൺസ്റ്റന്റ് ആവും. അപ്പൊ നമുക്ക് യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എഴുതാം. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? C1. യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു C1. യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു C1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു C1. അപ്പോ ഈ ചോദ്യം ചെയ്തത് ഒന്നുകൂടെ പറയാം. dx by 1 ഈക്വൽ ടു dy by മൈനസ് 1 എന്നാണ്. അപ്പൊ dx ഈക്വൽ ടു dy. അപ്പൊ ഈ മൈനസ് 1 അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് dx ഈക്വൽ ടു dy. സോ ഇന്റഗ്രൽ മൈനസ് dx ഈക്വൽ ടു ഇന്റഗ്രൽ dy. ഇത് ഇന്റഗ്രൽ ആണ്. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ മൈനസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്, ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പൊ ഈ വൈ ഇങ്ങോട്ട് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നാൽ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു C1 എന്നാവും. ഓക്കെ, അപ്പൊ യു ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് വൈ നമ്മൾ കൊടുക്കും. അപ്പൊ യു മൈനസ് പുറത്തേക്ക് എടുത്താൽ യു ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാവും. യു ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാവും. അപ്പൊ യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. കാരണം ഈ മൈനസ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കണം. ഈ പുറത്തേക്ക് എടുക്കുന്ന കോൺസ്റ്റന്റ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നേരത്തെ നമ്മൾ അങ്ങനെയായിരുന്നു, യു ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ 1/3 എലിമിനേറ്റ് ചെയ്ത പോലെ ഇവിടെ മൈനസ് എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ യു ഈക്വൽ ടു എന്തായി? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? C1. അപ്പൊ യു ഈക്വൽ ടു C1 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു C1. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു C1. നെക്സ്റ്റ് അതായത് യു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു C1. equal to C1. Okay. Plus y equal to C1. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് രണ്ട് ഇക്വേഷൻസ് എടുക്കാം. സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ആണ് എടുക്കണേ. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ ഞാൻ ഇവിടെ എഴുതാം, dy by minus 1 equal to dz by log of x plus y. ഓക്കെ, ഈ എക്സ് പ്ലസ് വൈക്ക് നമുക്ക് ഇവിടെ C1 കിട്ടി. എക്സ് പ്ലസ് വൈക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? C1 കിട്ടി. അപ്പൊ ഞാൻ എക്സ് പ്ലസ് വൈക്ക് പകരം C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എക്സ് പ്ലസ് വൈക്ക് പകരം C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. So which implies dy by minus 1 equal to dz by log of C1. log of C1. ഈ C1 എങ്ങനെ വന്നു? എക്സ് പ്ലസ് ബൈ C1 എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടിയിരുന്നു. ഓക്കെ, ഈ log of C1 into dy equal to minus dz. ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ log of C1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇന്റഗ്രൽ log of C1 dy equal to integral minus dz. അപ്പൊ ലോഗ് C1 പുറത്തേക്ക് എടുത്താൽ ലോഗ് C1 into integral dy. integral dy y. ലോഗ് C1 equal to y, which is equal to minus z. which is equal to minus z. So log C1 equal to log C1 y equal to minus z plus c. So that is equal to, that is implies, ഈ C1 ന്റെ സ്ഥാനത്ത് വീണ്ടും എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കാം. അപ്പൊ ലോഗ് ഓഫ്
x plus y into y equal to minus z plus c2. Minus z plus c2. Okay. So this implies നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാണ്. Log of x plus y into y minus z എന്നുള്ളത് പ്ലസ് z ആവും. ഈ മൈനസ് z LHSലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് z ആവും. Equal to c2. അപ്പോൾ v equal to എന്ത് വരും? v equal to log of x plus y into y plus z. Log of x plus y into y plus z. ഒരുപാട് മെത്തേഡിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ. So this is the general solution. General solution is phi of u comma v equal to 0. That implies phi of x plus y. u എന്ന് പറഞ്ഞാൽ x plus y. v എന്ന് പറഞ്ഞാൽ log of x plus y into y plus z. So that is that. Okay. Phi of x plus y comma log of x plus y into y plus z. So that is the general solution. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യുക. ഇതാണ് ഈ മെത്തേഡ്. ഈ പ്രോബ്ലവും കഴിഞ്ഞ രണ്ട് പ്രോബ്ലവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ്. ആ എക്സ് പ്ലസ് വൈക്ക് ഞാൻ എന്ത് യൂസ് ചെയ്തു? C1 യൂസ് ചെയ്തു. അത് എവിടെ നിന്ന് കിട്ടി? അത് ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് കിട്ടി. അതായത് ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ്, ഓക്സിലറി ഇക്വേഷനിലെ ഫസ്റ്റ് രണ്ട് റേഷ്യോസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ആ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് മറ്റ് രണ്ട് ഇക്വേഷൻസും വേറെ രണ്ട് പെയേഴ്സ് കൊടുത്തിട്ട് ചെയ്തു. അപ്പൊ ഇതാണ് ഈ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗിലെ വേറൊരു ടൈപ്പ്. മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ രണ്ട് റേഷ്യോസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ രണ്ട് റേഷ്യോസ് എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് രണ്ടാമത്തെ റേഷ്യോസ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം ലാസ്റ്റ് പ്രോബ്ലമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ആദ്യത്തെ യു ഉപയോഗിച്ചിട്ടില്ല. യു ഉപയോഗിച്ചിട്ടല്ല വി കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, യു ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? വി കണ്ടുപിടിച്ചത്. ഓക്കെ, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ് പ്രോബ്ലംസ്. ആ ഓക്സിലറി ഇക്വേഷൻ പഠിച്ചിട്ട് ജസ്റ്റ് ഒന്നത് കണ്ടുപിടിക്കാൻ പഠിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് PZ minus QZ is equal to Z square plus X plus Y the whole square. Okay, PZ minus QZ is equal to Z square plus X plus Y the whole square. Okay. So capital P equal to Z, capital Q equal to minus Z, capital R equal to Z square plus X plus Y the whole square. Z square plus X plus Y the whole square. Auxiliary equation വരും. Auxiliary equation is at least auxiliary equation എഴുതാനെങ്കിലും പഠിക്കുക. അതിന് 2 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ dx by z equal to dy by minus z is equal to dz by z square plus x plus y the whole square. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. അതായത് ക്യാപിറ്റൽ പി, അതായത് പിയുടെ കോഎഫിഷ്യന്റിനെ ക്യാപിറ്റൽ പി എന്ന് വിളിച്ചു, ക്യൂയുടെ കോഎഫിഷ്യന്റിനെ ക്യാപിറ്റൽ ക്യൂ എന്ന് വിളിച്ചു, ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തുള്ളതിനെ ആർ എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ പി ഈക്വൽ ടു ഇസെറ്റ്, ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു മൈനസ് ഇസെറ്റ്, ആർ ഈക്വൽ ടു ഇസെറ്റ് സ്ക്വയർ പ്ലസ് x plus y the whole square. അപ്പോൾ dx by z is equal to dy by minus z is equal to dz by z square plus x plus y the whole square ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ രണ്ട് റേഷ്യോസ് എടുത്തു. ആദ്യത്തെ രണ്ട് റേഷ്യോസ് എടുക്കുക. അപ്പൊ dx by z is equal to dy by minus z. z ഉം
മൈനസ് ഇസറ്റും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? This implies dx is equal to minus dy. dx ഈ മൈനസ് ന്യൂമറേറ്ററിലേക്ക് കൊടുത്തു. അപ്പൊ dx is equal to minus dy. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ dx is equal to ഇന്റഗ്രൽ minus dy. So x is equal to minus y plus c1. So this implies x plus y equal to c1. x plus y equal to c1. So u equal to എന്തോന്നു? u equal to x plus y. u equal to x plus y. ഓക്കെ. അപ്പൊ ആദ്യത്തെ രണ്ട് റേഷ്യോസ് തമ്മിൽ ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് u equal to x plus y and x plus y equal to c1. ഓക്കെ. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്തത് കണ്ടുപിടിക്കുക. അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ which implies dy by minus z is equal to dz by z square plus x plus y the whole square. Okay, so this implies dy equal to z dz by z നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ z dz by z square plus x plus y the whole square. z square plus x plus y the whole square. So that implies integral dy equal to integral z dz by z square plus x plus y ക്ക് c1 എന്ന് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്തപ്പോൾ x plus y equal to c1 അല്ലേ കിട്ടിയത്. z square plus c1 square. z square plus c1 square. അപ്പൊ ഇനി നമ്മൾ ഈ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വരും. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും നോക്കാം. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. Let t equal to z square plus c1 square. എന്തിനാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതായത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് കൊടുത്തത്? ഡിനോമിനേറ്ററിന് എന്ത് കൊടുത്തു? ഡിനോമിനേറ്ററിന് നമ്മൾ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വാട്ട് ഈസ് dt by dz? dt by dz is equal to 2z. So dt by 2 equal to z dz. z dz ന് പകരം എന്ത് കൊടുക്കാം? dt by 2 കൊടുക്കാം. dt by 2. dt by 2. അപ്പോൾ എന്ത് കിട്ടും? which implies y equal to integral dt by 2t. അല്ലെ, z സ്ക്വയർ പ്ലസ് c1 സ്ക്വയറിന് പകരം ഈ സാധനത്തിന് പകരം t എന്ന് കൊടുത്തു. z dz ന് പകരം dt by 2 എന്ന്. അപ്പൊ dt by 2t. dt by 2t. which implies എന്താണ്? which implies y equal to 1 by 2 log t. 1 by 2 log t. അതെന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ y equal to 1 by 2 into log of t ക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം. z സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ. c1 എന്ന് പറഞ്ഞാൽ എന്താ? y equal to 1 by 2 log of z സ്ക്വയർ പ്ലസ് c1 എന്ന് പറഞ്ഞാൽ x plus y ആണ്. അപ്പൊ x plus y the whole square. ഓക്കെ. So that implies y equal to 1 by 2 log of z square plus x plus y the whole square plus c2. ഓക്കെ, ഇവിടെ ഒരു c2 വരും. ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു c2 വരും. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. So that is y minus 1 by 2
log of z square plus x plus y whole square equal to c2. അപ്പൊ അതിനെയാണ് നമ്മൾ v എന്ന് വിളിക്കും. അപ്പൊ v equal to y minus 1 by 2 log of z square plus x plus y whole square. Okay, അപ്പൊ general solution എന്ത് വരും? General solution is what? General solution is phi of u comma v equal to 0. This implies phi of x plus y comma v എന്താണ്? Y minus 1 by 2 log of z square plus x plus y whole square. Okay. So that is the solution. Phi of u comma v equal to 0. That is phi of x plus y comma y minus 1 by 2 log of z square plus x plus y whole square. എല്ലാ പ്രോബ്ലം സെയിം മെത്തേഡ് ആണ്. ജസ്റ്റ് ഓക്സിലറി ഇക്വേഷൻ എഴുതുക, ആദ്യത്തെ രണ്ട് റേഷ്യോസ് എടുക്കുക, സോൾവ് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ട് 2, 3 എടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാ പ്രോബ്ലവും സെയിം മെത്തേഡ് ആണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരേ സൊല്യൂഷൻ തന്നെ കിട്ടണമെന്നില്ല. നിങ്ങളിപ്പോ ആദ്യത്തെ 2 എണ്ണം എടുത്തപ്പോൾ നിങ്ങൾക്ക് 1 എണ്ണം കിട്ടി. പിന്നെ നിങ്ങൾ 2, 3 എടുത്തിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത്. ഇതിന് പകരം 1, 3 എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ച് അപ്പൊ അത് എക്സ് ആയി മാറും. വൈക്ക് സ്ഥാനത്ത് എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. അപ്പൊ ഒറ്റ സൊല്യൂഷൻ മാത്രമല്ല ഇതിനുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സൊല്യൂഷൻസ് ഒരുപാടെണ്ണം ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഐഡിയ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ എഴുതിയ ശേഷം ആദ്യത്തെ 2 എണ്ണം ഗ്രൂപ്പ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. പിന്നത്തെ ഏതെങ്കിലും 2 എണ്ണം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ഫെമിലിയർ ആവേണ്ടത്. ഓക്കെ, ഇന്നത്തെ എടുക്കുന്നുള്ളൂ. ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.